വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നബീൻ്റെ ബർത്ത്ഡേ ആണ്. ജൂലൈ 18th ആണ്. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു സെലിബ്രേഷനേ ഉള്ളൂ. ഞാനും അച്ഛനും അമ്മയും അബി മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങളിപ്പോൾ മുക്കത്താണ് ഉള്ളത്. അപ്പോൾ കോഴിക്കോട് നിന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് നല്ല മഴയാണ്, പിന്നെ വർക്കിംഗ് ഡേ ആണ്, തേഴ്സ്ഡേ ആണ്. അപ്പം അവർക്ക് ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, ഇത് ചെറിയൊരു സെലിബ്രേഷനാണ് കേട്ടോ. ഞങ്ങളിതൊരു വലിയ പരിപാടി ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു. കാരണം അനും പൂജയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടൊരു പരിപാടി ആക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും നടന്നില്ല. ഞങ്ങൾ മാത്രമല്ല, ഒരു ചെറിയൊരു പരിപാടിയാണ്. ഇപ്പോൾ സമയം 7:30 ബർത്ത്ഡേ ബോയ് എണീച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി അമ്പലത്തിൽ പോകണം. അപ്പം അതാണ് രാവിലത്തെ ഒരു കുഞ്ഞു പരിപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഈ മഴയത്ത് അച്ഛൻ രാവിലെ തന്നെ എണീച്ച് പണിക്ക് പോയി. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അബീനെ പോയി വിഷ് ചെയ്തായിരുന്നു. പിന്നെ വിഷൊക്കെ ചെയ്തപ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടാവുന്നു. പിന്നെയും പുറത്തേക്ക് വന്നപ്പോൾ പിന്നെയും നല്ല ഉറക്കമായിരുന്നു. ആ ഗ്യാപ്പ് പോയിട്ട് ഞാൻ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടോ. കാരണം മഴ ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയ്ക്ക് കുറച്ചൊരു ഇത് വന്നപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നേരെ പോയി കുളിച്ച് ഒന്ന് നല്ല ഫ്രഷായി. അങ്ങനെ ഞാൻ ഫ്രഷായി വരുമ്പോഴത്തേക്ക് അബി എണീച്ച് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങളിവിടെ മുക്കത്തില്ല തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിൽ പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു മഴയായിട്ട് ഫുൾ വെള്ളം കയറിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തില്ല വേറൊരു ശിവക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു മഴക്കാലത്തൊന്നും ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ തൃക്കണമണ്ണയിൽ വെള്ളം കയറിയതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്, ഒരു പുഴേൻ്റെ നടുവിലുള്ള ഒരു അമ്പലമാണ്, ഒരു ചെറിയൊരു അമ്പലമാണ്. പക്ഷേ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ അമ്പലത്തിൽ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഈ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു, നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. കാരണം അങ്ങനെ ഒരു തിരക്കില്ലായിരുന്നു, കാരണം വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ തൃക്കണമണ്ണ ശിവക്ഷേത്രത്തിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദൂരത്തു നിന്ന് എടുത്താണ്, തൂക്കുപാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തതാട്ടോ. ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അമ്പലത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. ഞാനിവിടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ക്ഷേത്രം ആട്ടോ. കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് വീട്ടിലേക്കാണ്. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയതും നല്ല മഴ പെയ്തു. അപ്പോഴത്തേക്ക് കറണ്ടൊക്കെ പോയിട്ടോ. ഞാൻ കൃത്യം 12 മണിക്ക് അബിക്കൊരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 12 മണിക്ക് അബിക്കൊരു ചെറിയൊരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആളവിടെ ഇരുന്ന് കുറേ റീൽസും വീഡിയോസൊക്കെ കണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്താലും ആളെ ഒട്ടും അറിയാൻ പോകുന്നില്ല. അങ്ങനെ 12 മണിയായിട്ടോ. ഈ ഗിഫ്റ്റ് ഭയങ്കര വലിയ ഗിഫ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാട്ടോ. കാരണം ഇത് ഫുൾ ഞാൻ തന്നെ ചെയ്തതാണ്. ആകെ ചെയ്യാത്തത് വെച്ചാൽ ആ ഫ്ലവേഴ്സ് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. ബാക്കിയൊക്കെ ഞാൻ സ്വന്തമായി ഇരുന്ന് കുറേ ദിവസം സുഖമില്ലാണ്ട് ഇരുന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാട്ടോ. കുറച്ച് കാർഡ്സും പിന്നെ എൻ്റെ കുറേ കലാവിരുതുകളും. പിന്നെ ഞാൻ ഈ ടീഷർട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. അബിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടീഷർട്ട് എടുക്കാറ്. അപ്പം ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ടീഷർട്ട് ട്രൈ ചെയ്തതാട്ടോ. ഇഷ്ടപ്പെടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 ടീഷർട്ടൊക്കെ കൊടുത്തു. ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ടീഷർട്ടും ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ടീഷർട്ടൊക്കെ കറക്റ്റായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഇതാട്ടോ ഒരു ചെറിയ വീഡിയോ ആണ്. ഞങ്ങൾ 12 മണിക്ക് സർപ്രൈസ് കൊടുത്തൊരു ചെറിയ കുട്ടി വീഡിയോ ആണ്.
ഉച്ച കഴിഞ്ഞപ്പോൾ അബി ഒന്ന് പുറത്തേക്ക് പോയി. ആ ഗ്യാപ്പിൽ ഞാനും അമ്മയും അനുവും കൂടി ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ നോക്കി. അവൻ്റെ ഐഡിയാസ് വെച്ചിട്ടാട്ടോ ഞാനും അമ്മയും കൂടി അതൊക്കെ ചെയ്തത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കേക്ക് കൊണ്ട് തന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അബിയും വന്നു കേട്ടോ. അബിക്കിതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഒട്ടും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അമ്മ ഒരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ കയ്യിൽ. അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവന് ഇഷ്ടപ്പെട്ട ടീഷർട്ടും ഒരു മുണ്ടൊക്കെ ആയിട്ടാട്ടോ വന്നത്. അതും അബിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അച്ഛൻ അങ്ങനെ കൊണ്ടു കൊടുത്തപ്പം ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. കാരണം ഇത്ര വലുതായിട്ടും അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ആ സന്തോഷം അബീൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനു ഓൺലൈനിലുണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവനെ ഞങ്ങൾ സൈഡിൽ ഫോൺ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. ഞങ്ങളിത് മേടിച്ച് നമ്മൾ മുക്കത്തിലെ കഫേ എൽ ബാക്യോ എന്ന് പറഞ്ഞിട്ടുള്ള കഫേയിൽ നിന്നാണ്. അബിക്ക് ഫ്രൂട്ട്സിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഈ കേക്ക് തന്നെ ഓർഡർ ചെയ്തത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ 9 മണിയായി. രാവിലെ നീച്ചപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു. നൈറ്റ് നല്ല മഴയായിരുന്നു. കാറ്റ് കടിച്ച് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് കറണ്ടില്ല. നല്ല രാത്രി പോയത് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ നീച്ച് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുകയാണ്. നല്ല മഴയും കോടയൊക്കെ കയറിയിട്ട് നല്ല തണുപ്പാണ്. ഇങ്ങനെ ഇരിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, കഴിക്കണം. അപ്പം ഇന്ന് അബീൻ്റെ നാളാണ് വരുന്നത്. ഇന്നലെ അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മഴേൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണം കോഴിക്കോട്ടേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് അമ്മയും പപ്പയും അവിടെ ഇതേപോലെ ഒരു ചെറിയ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മുക്കത്തേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അന്ന് പപ്പ വൈകുന്നേരം വന്നപ്പോൾ ഇതേപോലെ ഒരു കേക്കൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതേപോലെ സെയിം കേക്ക് തന്നെ അമ്മ മേടിച്ചു. കാരണം അബിക്ക് ഫ്രൂട്ട് കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ അവിടെയും ഫ്രൂട്ട് കേക്ക് തന്നെയാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തതിന് അടുത്തത് വെച്ചാൽ ആ കേക്ക് എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യണം എന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം കേട്ടോ പൂജ വിളിച്ചത്. അങ്ങനെ അവളോട് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയത്തായിട്ടോ അമ്മയും പപ്പയും സർപ്രൈസായിട്ട് അബിക്ക് ഒരു ഷർട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി എവിടെ പോകുന്ന ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ആരും ഇതുവരെ ഷാപ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടു. ഇത് നമ്മളെ ബീച്ചിൻ്റെ അടുത്തുള്ളതാണ്. ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ മെയിൻ അവരുടെ ആംബിയൻസും അതേപോലെ തന്നെ പ്രസൻറ്റേഷനും ആട്ടോ. ഇതേപോലെ ഡിം ലൈറ്റിലും കുറച്ച് മ്യൂസിക്കിലൊക്കെ ആട്ടോ അവർ പല ഭക്ഷണങ്ങളും സെർവ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. വേറൊരു റെസ്റ്റോറൻറ്റിലൊന്നും ഇതേപോലെ അവർ ഭക്ഷണം സെർവ് ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ചിക്കൻ ഉണ്ടായിരുന്നു, അതേപോലെ ഡക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു,
പൊറോട്ടയും ഉണ്ടായിരുന്നു, കല്ലപ്പവും ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യൂസിൻ്റെ പ്രസൻറ്റേഷനും അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കോക്കനട്ടും അതേപോലെ തന്നെ ഗ്രേപ്സിൻ്റെയും ജ്യൂസാട്ടോ ഇതിൽ മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു കോമ്പിനേഷനാട്ടോ. അതൊരു വെറൈറ്റിയാണ്, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷനായിരുന്നു. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഓരോ പ്രസൻറ്റേഷനാട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഓരോ ഡിഷ് അവർ ഡിഫറെൻറ്റ് രീതികളിലാണത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുതന്നെയാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ. നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എപ്പോഴും കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിങ്ങിനൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോഴാട്ടോ ഞങ്ങൾ ഇതേപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അവരവിടെ കുറച്ച് പേരൊന്നും ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അബിക്ക് അങ്ങനെ കളിക്കണം തോന്നിയാൽ എനിക്ക് തോന്നുന്നു അബി റോളർ കോസ്റ്റർ ആട്ടോ ചെയ്തത്. പക്ഷെ അബിക്ക് അത്ര വലിയ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഒരു പേജ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ, ഹലോ വി ആർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ബീച്ചിൽ വരുവാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ ഞങ്ങളെ ബർത്ത്ഡേ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇത് ഭയങ്കര വലിയൊരു വ്ളോഗൊന്നുമല്ല, ചെറിയ കുട്ടി വ്ളോഗാണ്. ഞങ്ങളെ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഞങ്ങളെ വീഡിയോസ് ലൈക്ക് അടിക്കാനും മറക്കരുതേ.